ഓക്കെ. സോ നമുക്കിപ്പോൾ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ ഈ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോണത്. സോ ട്രേഡ് കിട്ടിയിട്ടുള്ളത് US ഓയിലാണ്. ഓക്കെ. സോ US ഓയിൽ അതിൻ്റെ ലോട്ട് സൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട്. സോ റീസൺ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ, എല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റ് തന്നെ വീഡിയോൻ്റെ ഈ റീസൺ, ഈ ട്രേഡ് കിട്ടിയതിൻ്റെ റീസൺ നമുക്ക് പറഞ്ഞുതരാം. സോ ഇവിടെ നമുക്കൊരു ബ്രേക്കോ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. സോ ബ്രേക്കോ സ്ട്രക്ചർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു OBയും ഫെയർ വാല്യൂ ഗ്യാപ്പും കിട്ടും. സോ OB ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ ട്രേഡ് ഇടേണ്ട റീസൺ ഞാൻ പറഞ്ഞുതരാം. ഫെയർ വാല്യൂ ഗ്യാപ്പ് തട്ടിയിട്ട് ഇവിടെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതന്നെ നമ്മളിവിടെ ഒരു വര വരച്ചിരിച്ചിട്ട് കണ്ടില്ലേ. സോ ഈ വര എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺഫർമേഷൻ എൻട്രീൻ്റെ വരയാണ് കേട്ടോ. സോ നമ്മൾ എവിടെ നിന്നാണ് എൻട്രി ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് എൻട്രി ഇടുക, ഈ ഒരു റേഞ്ചിൽ നിന്നാണ് എൻട്രി ഇടുക, എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് വരെ. ഓക്കെ, സോ ഇത് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെവൽ വരെ സ്റ്റോപ്പ് ലോസും വയ്ക്കും. സോ ഏകദേശം ഒരു 1:2.5 റേഞ്ച്, 1:3 അല്ല 1:2.5 റേഞ്ച്, 1:2 കൂട്ടോ, 1:2 റേഞ്ച്. ഓക്കെ, കൺഫർമേഷൻ എൻട്രി കിട്ടുന്ന വരെ നമ്മളിത് വെയിറ്റ് ചെയ്തേക്കണം. US ഓയിലാണ് ഇതുള്ളത്. സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്യും. നിങ്ങൾ ഈ ട്രേഡ് ഇടേണ്ടത് ഓൺലി ആഫ്റ്റർ കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രമേ നിങ്ങൾ ഇതിൽ ട്രേഡ് ഇടാൻ പാടുള്ളൂ. അല്ലാതെ ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ഞാൻ ഉത്തരവാദിത്തമല്ല. സോ നമ്മൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ റിസൾട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, US ഓയിൽ തന്നെ നമുക്ക് ഒരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഇതും കൂടി ഉള്ളൂ. ഇത് നമുക്ക് നല്ലൊരു ചാൻസ് ആയിട്ട് കാണുന്നുണ്ട്. അതാണ് ഞാൻ വീഡിയോ ആക്കിയിട്ടിരുന്നത്. ഞാൻ എല്ലാം വലിച്ചു വാരി വീഡിയോ ആക്കിയൊന്നും ഇടലില്ല. നമുക്കിത് നല്ല കൺഫർമേഷൻ ആക്കിയിട്ട് തോന്നുന്നുണ്ട്. ക്രൂഡ് ഓയിലാണ് ഇതുള്ളത്. പിന്നെ ഇത് ഇനി ഇവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്യും. ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്ത് ഒന്നില്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ആവും, അല്ലെങ്കിൽ ലിക്വിഡിറ്റി റൺ ആവും. രണ്ടിൽ ഏതെങ്കിലും ഒന്നാവും. ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് 100% ഉറപ്പിക്കാം മാർക്കറ്റ് മേളിലെത്തും എന്നുള്ളത്. ഓക്കെ, സോ നമ്മളെന്തായാലും വെയിറ്റിംഗ് ആണ്. ഇതെന്തായാലും കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി ഇടും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സ്വിങ്സിൻ്റെ എണ്ണം കുറച്ച് അടിയിലേക്ക് വരും. ഓക്കെ, സോ നമ്മൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഡിസ്കോഡിലും നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താണ് മാക്സിമം ഡിസ്കോഡിലും വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. സോ ആൾക്കാർ ലൈക്ക് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഏകദേശം നല്ലൊരു 893 പോയിൻറ്റ്സൊക്കെയാണ് നമുക്ക് TP ഉള്ളത്. സോ നമുക്ക് ഇവിടെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ഇവിടെ എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. കൺഫർമേഷൻ കിട്ടിയാലേ നമ്മൾ എൻട്രി ഇടുള്ളൂ. ഓക്കെ, സോ കൺഫർമേഷൻ എൻട്രിക്ക് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. സോ ലെറ്റ്സ് സീ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.